ഇപ്പം മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററുകാർ പണം കൊടുക്കും, പലിശക്കാരൻ പണം കൊടുക്കും, വിതരണക്കാരൻ പണം കൊടുക്കും. അങ്ങനെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും മുടക്കാതെ ഇദ്ദേഹത്തിന് നിർമ്മാതാവാകാം. പിന്നെ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചില കളികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ദുബായ് റൈറ്റ് വിൽപ്പന, പാട്ട് വിൽപ്പന, ചാനലുകൾക്ക് റൈറ്റ് കൊടുക്കുക. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ പണവും ഈ പണവും എല്ലാം വാങ്ങിച്ച് സ്വന്തം കയ്യിൽ നിന്ന് ഒന്നും മുടക്കാതെ പടം ഇറക്കാൻ, മാത്രമല്ല കുറേ പൈസ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ലാഭമായിട്ട് കയ്യിൽ വരികയും ചെയ്യും. പിന്നെ സംവിധായകൻ്റെ കാര്യം, സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഈ സംഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചിത്രം സംവിധാനം ചെയ്യുന്ന സംവിധായകൻ്റെ പ്രതിഫലത്തുകയും സാധാരണഗതിയിൽ വർദ്ധിക്കും. അതുമാത്രമല്ല, മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു പടം സംവിധാനം ചെയ്യുന്ന സംവിധായകൻ എന്ന രീതിയിൽ ഈ പടം ഇറങ്ങുന്നത് വരെ അതിൻ്റെ ഗ്ലാമറിൽ വളരെ ഗമയോടുകൂടിയിട്ട് നടക്കുകയും ചെയ്യുക. ഗംഗാധര ഗജ